ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഫിനാലെ വോട്ടിംഗ് റിസൾട്ടുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിന്റെ വോട്ടും കാര്യങ്ങളും പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ നല്ല രീതിയിൽ വോട്ടും കാര്യങ്ങളും കണ്ടസ്റ്റൻസിന് അടിച്ചു കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ നിങ്ങൾക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ടൈറ്റിൽ വിന്നർ ആകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് വോട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്നത് ശ്രീതു കൃഷ്ണനാണ്. ശ്രീതുവിന് നല്ല രീതിയിൽ വോട്ടും കാര്യങ്ങളും ഇന്നലെ രാത്രി മുതൽ കിട്ടി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഉച്ചയോടടുക്കുന്ന സമയത്ത് ശ്രീതുവിന്റെ വോട്ടും കാര്യങ്ങളും നല്ല രീതിയിൽ ഡൗൺ ആവുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീതുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എല്ലാവരും ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് വോട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഋഷിയാണ്. ഋഷിക്കും നല്ല രീതിയിൽ വോട്ടും കാര്യങ്ങളും ഇന്ന് രാവിലെയൊക്കെ കിട്ടി വന്നിരുന്നതായിരുന്നു. 4ാം സ്ഥാനത്ത് നിന്നിരുന്ന ഋഷി ഇപ്പോൾ 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഋഷി ബിഗ് ബോസ് ഹൗസിലേക്ക് അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ ആകണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് ഋഷിക്ക് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വമ്പൻ അട്ടിമറി എന്ന് പറയുന്നത് അഭിഷേകിന്റെ കാര്യത്തിലാണ്. ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയുമായിട്ട് ഏറ്റവും പുറകിൽ നിന്നിരുന്ന കണ്ടസ്റ്റന്റ് ആണ് അഭിഷേക് ശ്രീകുമാർ. ഇപ്പൊ നോക്കുന്ന സമയത്ത് 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. എന്തൊക്കെയായാലും അഭിഷേകിന് നല്ല രീതിയിൽ വോട്ടും കാര്യങ്ങളും ഈ ഒരു സമയത്ത് അടിച്ചു കയറുന്നുണ്ട്. അഭിഷേകിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഈ പറഞ്ഞ പോലെ ഹോട്ട്സ്റ്റാറിൽ തന്നെ പോയിട്ട് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ലിസ്റ്റിൽ 3ാമത്തെ പേര് ജാസ്മിൻ ജാഫറാണ്. വമ്പൻ അട്ടിമറി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് നിന്നിരുന്ന ജാസ്മിൻ ഇപ്പൊ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജാസ്മിൻ വിജയിക്കണമെന്ന ആഗ്രഹമുള്ള എല്ലാവരും തീർച്ചയായിട്ടും ഹോട്ട്സ്റ്റാറിൽ ജാസ്മിന് വോട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിൽ 2ാമത്തെ പേര് വമ്പൻ അട്ടിമറി തന്നെയാണ് അർജുന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ 2ാം സ്ഥാനത്ത് അർജുനാണ്. നല്ല രീതിയിൽ വോട്ടും കാര്യങ്ങൾ അടിച്ചു കയറുന്നുണ്ട്. എവിടെ നിന്ന് വന്നെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. അത്രയും വോട്ടാണ് ഇപ്പൊ അർജുന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അർജുനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഇതേ രീതിയിൽ തന്നെ അർജുന് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ ജിൻഡോ മച്ചാനാണ്. വോട്ടിംഗ് തുടങ്ങുന്ന സമയം തൊട്ട് ഈ ഒരു സമയം വരെയും തന്റെ 1ാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള വോട്ടും കാര്യങ്ങളും ജിൻഡോന് ഇന്നലെ രാത്രി മുതൽ തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ ആകുമെന്നുള്ള കാര്യം ഏകദേശം 90% ഈ ഒരു സമയത്ത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. എന്തൊക്കെയായാലും ജിൻഡോന് വോട്ട് കൊടുക്കുന്ന എല്ലാവരും ഹോട്ട്സ്റ്റാറിൽ തന്നെ ചെന്നിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലൊക്കെ വോട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഏത് കണ്ടസ്റ്റന്റിനായാലും ഹോട്ട്സ്റ്റാറിൽ തന്നെ ചെന്ന് കൃത്യമായിട്ട് വോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ജിൻഡോ ബിഗ് ബോസ് ഹൗസിന്റെ ടൈറ്റിൽ വിന്നർ ആകുമെന്നുള്ള കാര്യം 100% നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇതാണ് നമ്മുടെ വോട്ടിംഗ് റിസൾട്ട് എന്ന് പറയുന്നത്. 6ാം സ്ഥാനത്ത് ഏറ്റവും പുറകിൽ നിൽക്കുന്നത് ശ്രീതു കൃഷ്ണൻ. 5ാം സ്ഥാനത്ത് ഋഷി എസ് കുമാർ ആണ്. 3ാം സ്ഥാനത്ത് അഭിഷേക് ശ്രീകുമാർ 4ാം സ്ഥാനത്താണ് അഭിഷേക് ശ്രീകുമാർ. 3ാം സ്ഥാനത്ത് ജാസ്മിൻ ജാഫർ ആണ്. 2ാം സ്ഥാനത്ത് അർജുനാണ് നിൽക്കുന്നത്. 1ാം സ്ഥാനത്ത് ആർക്കും പുറകിലാക്കാൻ സാധിക്കാതെ ജിൻഡോ മച്ചാൻ ശക്തമായിട്ട് മുന്നേറുന്നുണ്ട്. എല്ലാവരും ഹോട്ട്സ്റ്റാറിൽ തന്നെ ചെന്ന് വോട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. താങ്ക് യു.